ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. അത് മാത്രമല്ല ആസ് ബ്യൂട്ടിഫുൾ ആസ് യു എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രാമ വേറെ 2 ചാനലിലുണ്ട് എന്നാണ് 2-3 കൂട്ടുകാർ പറഞ്ഞത്. പക്ഷേങ്കിൽ നമ്മളെ ചാനലിൽ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടായിട്ട് ഞാൻ നമ്മളെ ചാനലിലും ആ ഒരു ഡ്രാമ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമുക്ക് അവരെയും കാട്ടി മുന്നിൽ എത്താൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് ട്രൈ ചെയ്തോടെ. ട്രൈ ചെയ്യാണ്ട് നിൽക്കുന്നതല്ലേ കുഴപ്പമുള്ളൂ. അത് മാത്രമല്ല ഞാൻ ഇപ്പോൾ ഇത് പകുതി കിട്ടിയിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന കൂട്ടുകാർ കുറച്ച് കണ്ടിട്ട് ബാക്കി എടുത്തു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മീൻസ് എപ്പോഴത്തെയും പോലെ മറുപടി കൊടുക്കാനുണ്ടാവില്ല. അതുകൊണ്ട് നമുക്കിത് കണ്ടിന്യൂ ചെയ്തിട്ട് പോകാം. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ സപ്പോർട്ടിന് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അധികമൊന്നും പറയണ്ടേ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഡോറ് തുറന്ന് വരുന്ന നമ്മളെ ചെക്കനാണെങ്കിൽ അച്ഛനെ അവിടുന്ന് എണീപ്പിക്കുന്നുണ്ടാവേ. എന്നിട്ട് അച്ഛനാണെങ്കിൽ അവനോട് പറയൂ, എനിക്കറിയാം നിനക്ക് ഇനി ഒരിക്കലും എന്നോട് ക്ഷമിക്കാൻ പറ്റൂല എന്ന്. നിനക്ക് 6 വയസ്സായ ടൈം നീ നിൻ്റെ അമ്മേനെ കൊണ്ട് ചോദിച്ചത് ഞാൻ വിചാരിച്ചു നിന്നോട് എല്ലാ കാര്യങ്ങളും പറയാമെന്ന്. പക്ഷേ എനിക്ക് പേടിയായിരുന്നു, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ഹേർട്ട് ആകുമെന്ന്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നിനക്ക് പിന്നെയും ഹേർട്ട് ആകുകയോ ചെയ്യുക. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിനക്ക് എന്നോട് വെറുപ്പാന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേ എനിക്ക് വേറെ ഒരു വഴിയും ഇല്ലേനൊന്ന് പറയും. അതേ ടൈം നമ്മുടെ ചെക്കനാണെങ്കിൽ പറയും, അച്ഛൻ എന്നാ പറയുന്നത് പെട്ടെന്ന് കേട്ടാലും അതെനിക്ക് ഡൈജസ്റ്റ് ആകാൻ പറ്റിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ അച്ഛൻ തന്നെ വലുതെന്ന് പറഞ്ഞിട്ട് നമ്മളെ അച്ഛനെ സമാധാനപ്പെടുത്തുന്നുണ്ടാവേ. എന്നിട്ട് അവനാണെങ്കിൽ അമ്മേനെ കൊണ്ട് ചോദിക്കുന്നേരം നമ്മളെ അച്ഛനാണെങ്കിൽ പറയൂ, നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട്. അവൾ അപ്പാട് വന്നിട്ട് നിന്നെ കാണണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേങ്കിൽ ഞാനാ പറഞ്ഞത് ഒരാഴ്ചയും കൂടി വെയിറ്റ് ചെയ്യ്, അവന് അതൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അതിനുശേഷം നീ വന്നിട്ട് കണ്ടുവെന്ന്. അവളാണെങ്കിൽ അടുത്ത ആഴ്ച നിന്നെ കാണാൻ വരുമെന്ന് പറയേ. അത് കേൾക്കുമ്പോൾ നമ്മളെ ചെക്കനാണെങ്കിൽ പറയും, അതിനെ കൊണ്ടൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പം എനിക്ക് നല്ല വിശപ്പുണ്ട്, അച്ഛൻ പോയിട്ട് നൂഡിൽസ് ഉണ്ടാക്കി അതിലെനിക്ക് 4 എഗ്ഗ് വേണമെന്ന് പറയും. നമ്മളെ അച്ഛനാണെങ്കിൽ പറയും, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഹാപ്പിയിൽ അവിടുന്ന് പോകുന്നുണ്ടാവും. അച്ഛൻ്റെ മനസ്സിന്ന് വലിയ എന്തോ ഒരു ഭാരം ഇറക്കി വെച്ച പോലത്തെ ഒരു ഫീലിങ്സ് ആയിരിക്കും അച്ഛൻ ഉണ്ടാവുക. എത്ര വർഷമായി, ഇവന് 18 വർഷമായി, 18 വയസ്സായില്ലേ, 18 വർഷമായി അച്ഛൻ ഈ ഒരു ഫീലിങ്സ് ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്. ഇപ്പം എല്ലാം ഫ്രീ ആയല്ലോ. പിറ്റേ ദിവസം സ്കൂളിൽ പോകുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ സീഹനോടും ബുലിനോടൊക്കെ നോർമലായിട്ട് സംസാരിക്കുന്നുണ്ടാവേ. പക്ഷേങ്കിൽ നമ്മളെ പെണ്ണിനോട് മിണ്ടുന്നേ ഉണ്ടാവില്ല. ഷീ ആണെങ്കിൽ അവൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കാൻ നിൽക്കുന്ന ടൈം മൊത്തം അവനാണെങ്കിൽ അവളെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു കാര്യം അവൾക്ക് സഹിക്കാനും പറ്റുന്നുണ്ടാവില്ല. അവള് ചെയ്തത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റൊന്നുമല്ല, കാരണം ഇവന് ഫീൽ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് മറച്ചു വെച്ചതല്ലേ. പക്ഷേങ്കിൽ ഇവന്റെ ഭാഗത്ത് നിന്ന് തിങ്ക് ആക്കുമ്പോൾ അതൊരു തെറ്റാണ്. തമ്മിൽ മിണ്ടാണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ബേ ചെക്കൻ നോട്ടീസ് ചെയ്യുന്നുണ്ടാവുക. അവനാണെങ്കിൽ നമ്മുടെ ചെക്കൻ്റെ അടുത്ത് പോയിട്ടാണെങ്കിൽ പറയൂ, നീ എന്തിനാ ഷീനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? നിങ്ങൾ രണ്ടാളും ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് സംസാരിച്ച് തീർത്തൂടെ? ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് എന്തിനാ ഇങ്ങനത്തെ ഒരു അവോയ്ഡിങ് നീ കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുന്നേരം നമ്മളെ ചെക്കനാണെങ്കിൽ പറയും, നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല, നിനക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകാനും പോകുന്നില്ല എന്ന് പറയേ. അതേ ടൈം ബേ ആണെങ്കിൽ പറയും, അവൾ എന്നാ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ടില്ലേ, ആ ഒരു ബോണ്ട് നിങ്ങളായിട്ട് നശിപ്പിക്കരുതെന്ന് പറയും. നമ്മളെ ചെക്കനാണെങ്കിൽ പറയും, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല, നമ്മൾ രണ്ടാളും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ എൻ്റെ ലൈഫിലത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവൾ അറിഞ്ഞിട്ടും അവൾ എന്നോട് പറയാണ്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്ങില്ലേ, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നായിരിക്കും അവൻ പറയുന്നുണ്ടാവുക. എന്നാലും ബേ ചെക്കൻ മാക്സിമം ഇവർ രണ്ടാളും ഒന്നിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അവർ രണ്ടാളും ഒന്നിക്കുക. നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ. നമ്മളെ പെണ്ണാണെങ്കിൽ പിറ്റേ ദിവസവും അതിന്റെ പിറ്റേ ദിവസം ഒക്കെ അവനെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ടാവേ. അവനാണെങ്കിൽ ഇവളെ മൈൻഡേ ആക്കുന്നുണ്ടാവില്ല. അങ്ങനെ സ്കൂളിലേക്ക് വരുന്നേരം അവനാണെങ്കിൽ ഇവളെ കൂടെ സൈക്കിൾ ഉണ്ടായിട്ടും നടന്നിട്ട് വരുന്ന കാണുമ്പോൾ ഇവർക്ക് ഒരു സന്തോഷം ഉണ്ടാവേ. പക്ഷെ ഇവളെ സ്കൂളിൻ്റെ അടുത്ത് എത്താനാകുമ്പോൾ അവനാണെങ്കിൽ എവിടത്തേക്കോ പോകും. എവിടെയാ പോയതെന്ന് അവൾക്ക് അറിയുന്നേ ഉണ്ടാവില്ല. അവളാണെങ്കിൽ അവനെ വിളിക്കുന്നുണ്ടാവും, പക്ഷെ അവൻ മൈൻഡേ ആക്കൂല. അങ്ങനെ സാറാണെങ്കിൽ ഉച്ചക്ക് വന്നിട്ട് നമ്മളെ പെണ്ണിനോട് ചോദിക്കും, ഇങ്ങനെ ചെന്ന എടുത്തു എന്ന് ചോദിക്കും. നമ്മളെ ഷീ ആണെങ്കിൽ പറയും, അത് എന്ന് പറയുന്നേരം നമ്മളെ സാറാണെങ്കിൽ പറയും, നീ ഒരു എക്സ്ക്യൂസും പറയാൻ നിൽക്കേണ്ട. അവനാണെങ്കിൽ ഇന്നലെയും ക്ലാസ്സിൽ വന്നിട്ടില്ല, ഇന്നും ക്ലാസ്സിൽ വന്നിട്ടില്ല, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അവൻ ക്ലാസ്സിൽ വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നെന്ന് പറഞ്ഞിട്ട് സാർ അവിടുന്ന് പോകുന്നുണ്ടാവും. ഇത് കേട്ടപാട് നമ്മളെ പെണ്ണാണെങ്കിൽ അവനെ പരുതാൻ പോകുക. സീഹ ആണെങ്കിൽ ചോദിക്കും, നീ ഇങ്ങനെ അവനെ പരുതാൻ പോകുന്നാണെങ്കിൽ നമ്മളെ ഗുണ്ടേൻ്റെ ഒരു സ്ഥലമില്ല, ആ സ്ഥലത്തൊന്ന് പോയി നോക്കിക്കൊന്നെന്ന് പറയും. നമ്മളെ ചെക്ക പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ചെന്നാണെങ്കിൽ അവിടെയായിരിക്കും ഉണ്ടാവുക.
പിന്നെ ഇവളെ കാണുന്നുണ്ടാവേ. എന്നാലും അവൻ്റെ വേറെ 2 ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ എന്നുള്ള രീതിയിൽ ഇവളെ മൈൻഡ് ആക്കാണ്ട് പുറത്തു പോകും. അത് അവൾക്ക് സഹിക്കാനേ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവന് വേണ്ടിയിട്ട് അവൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുവേ. ഇതേ ടൈം നമ്മളെ ചെക്കനും 2 ഫ്രണ്ട്സും ആണല്ലോ പുറത്ത് പോയത്. അവനാണെങ്കിൽ എന്തെല്ലോ ഫാമിലിനെ കൊണ്ടൊക്കെ സംസാരിക്കുന്ന ടൈം ഇവനാണെങ്കിൽ നമ്മളെ പെണ്ണിൻ്റെ ഓർമ്മ വരും. അവൻ അതും സഹിക്കാൻ കഴിയാണ്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എത്രയോ വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ. അതുകൊണ്ട് അവൻ നേരെ ആ ഒരു പൂൾ റൂമിലേക്ക് തന്നെ തിരിച്ചു വരിക. പെട്ടെന്ന് അവളെ കാണുന്നുണ്ടാവില്ല. അവൻ തിരിഞ്ഞു നോക്കുന്ന ടൈം അവൻ്റെ മുന്നിലാണെങ്കിൽ നമ്മളെ ഷീ വന്നിട്ട് നിൽക്കുന്നുണ്ടാവേ. അവനും അവളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകും. മീൻസ് ഇവർ ഒന്നിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സമാധാനം. രണ്ടാളും അവരവരുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നുണ്ടാവേ. നമ്മളെ പെണ്ണാണെങ്കിൽ ചോദിക്കും എൻട്രൻസ് എക്സാം വരാനിരിക്കുന്നതാണ്. ആ ഒരു എക്സാം കഴിഞ്ഞിട്ട് നിൽക്കുന്നേരം നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കേ. അതേ ടൈം അവനാണെങ്കിൽ ആലോചിക്കും. അവനും മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇവളെ മനസ്സിലും എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന്. എന്നിട്ട് അവളാണെങ്കിൽ പറയും ഈ ഒരു വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ഭയങ്കര ടയേർഡാണെന്ന് നിനക്ക് തോന്നില്ലേ എന്ന് ചോദിക്കുന്നേരം നമ്മളെ ചെന്നാണെങ്കിൽ പറയും എല്ലാ കാര്യങ്ങളും വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് അത്ര നല്ല കാര്യമല്ലാന്ന് എനിക്കറിയാം. പക്ഷേങ്കിൽ ചില സ്പെഷ്യൽ കാര്യത്തിന് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ഒരു ത്രില്ലാണെന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടിയിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. ഇവർ ഈ ഒരു സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും രണ്ടാക്കും പരസ്പരം ഇഷ്ടമാണെന്നുള്ള കാര്യം. പക്ഷേ അത് തുറന്ന് പറയാണ്ട് നിൽക്കുന്നതായിരിക്കും. വീട്ടിലെത്തിയിട്ട് അച്ഛനും മോനും കൂടിയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടാവേ. അച്ഛനാണെങ്കിൽ ഇവന് വെജിറ്റബിൾസ് ആയിരിക്കും തിന്നാൻ കൊടുക്കുന്നുണ്ടാവും. ഇവന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഇതേ ടൈം ആയിരിക്കും മീറ്റ് ഒക്കെ കുക്ക് ചെയ്തിട്ട് നമ്മളെ പെണ്ണും അച്ഛനും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. നമ്മളെ ചെക്കനാണെങ്കിൽ ഭയങ്കര സ്നേഹത്തിൽ അവരെ രണ്ടാളെയും വെൽക്കമിങ് ചെയ്യുന്നുണ്ടാവേ. ഇതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ റൂമിൽ ഇരുന്നിട്ട് ഓരോ ബുക്ക് എടുത്തിട്ട് വായിച്ചുകൊണ്ട് നിൽക്കുന്നവരായിരിക്കും. കട്ടിലിന്റെ താഴെ ഒരു പെട്ടി കാണുന്നുണ്ടാവുക. അത് തുറന്നു നോക്കുന്നേരം ഇതുപോലത്തെ ഒരു ഷൂ ആയിരിക്കെ. നമ്മളെ ചെക്കൻ ഈ ഒരു ഷൂ തിരിച്ചു കൊണ്ട് കൊടുക്കുന്നത് നമ്മൾ കണ്ടില്ല. പക്ഷേങ്കിൽ ഈ ഒരു ഷൂ പിന്നെ എങ്ങനെയാ വന്നേ നമുക്കറിയില്ല. ഇതേ ടൈം ആയിരിക്കും ഇതൊന്നും അറിയാണ്ട് നമ്മളെ ചെക്കൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അവളാണെങ്കിൽ ചോദിക്കും ഈ ഒരു ഷൂ എനിക്കാണോ എന്ന് ചോദിക്കുന്നതിനും അവനൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. സംഭവം ഇവനാണെങ്കിൽ ആ ഒരു ഷൂ കൊടുത്തിട്ട് പൈസ വാങ്ങാൻ നിന്നിട്ടുണ്ടാവേ. പക്ഷേങ്കിൽ പെട്ടെന്ന് അവൻ്റെ മൈൻഡ് മാറിയിട്ട് ആ ഒരു ഷൂ എപ്പെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്നൊന്ന് വിചാരിച്ചിട്ട് അവൻ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അതിപ്പോൾ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. അവളാണെങ്കിൽ എനിക്കാണോ എന്ന് ചോദിക്കുന്നത് അവനാണെങ്കിൽ നിനക്കല്ല എന്ന് പറയും. അവളാണെങ്കിൽ പറയും എനിക്കല്ലെങ്കിലും ഇത് എനിക്ക് തന്നെയാണെന്ന് പറഞ്ഞിട്ട് അത് എടുക്കുന്നുണ്ടാവും. ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവേ. ഇന്നായിരിക്കും നമ്മളെ ചെക്കൻ്റെ അമ്മ അവനെ കാണാൻ വരാമെന്ന് പറഞ്ഞ ദിവസം. നമ്മളെ ചെക്കനാണെങ്കിൽ പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. അവനാണെങ്കിൽ ആ ഒരു കാര്യം അച്ഛനോട് പറയുമ്പോൾ അച്ഛനാണെങ്കിൽ പറയും അവൾ നിന്നെ കാണേണ്ടിയിട്ട് എത്രയോ ദൂരത്തുനിന്ന് വരുന്നതാണ്, അതുകൊണ്ട് നീ അവളെ പോയിട്ട് കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിർബന്ധിച്ചിട്ട് വിടുന്നുണ്ടാവേ. നമ്മളെ ഷീയും കൂടെ ഉണ്ടാവുമായിരിക്കും. ഷീനോടും അവനാണെങ്കിൽ എടി എനിക്ക് പോവേണ്ടെന്ന് പറയുമ്പോൾ ഷീയും അവനെ നിർബന്ധിച്ചിട്ട് അവൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ടാവും. അവനാണെങ്കിൽ അവൻ്റെ അമ്മേനോട് ഒന്നും മിണ്ടാൻ പറ്റുന്നുണ്ടാവില്ല. 18 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം അമ്മേനെ മുന്നിൽ കണ്ടിട്ടും അവനൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആ ഒരു അവസ്ഥ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ. അമ്മക്കാണെങ്കിൽ ഇവനോട് എങ്ങനെ സ്നേഹം കാണിക്കണ്ടേന്ന് തിരിയുന്നുണ്ടാവില്ല. അമ്മയാണെങ്കിൽ പറയും നീ മരിച്ചു പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേങ്കിൽ 18 വർഷത്തിന് ശേഷം നിന്നെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കും സങ്കടം സഹിക്കാൻ വയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഇവനോട് സോറി പറഞ്ഞിട്ട് കരഞ്ഞോട് നിൽക്കുന്നുണ്ടാവും. ഇവൻ എങ്ങനെ ആശ്വസിപ്പിക്കണ്ടേന്ന് വരെ മനസ്സിലാവൂല. ഇതേ ടൈം ചെന്നിന്റെ അച്ഛനോട് ഷീന്റെ അച്ഛനാണെങ്കിൽ നമ്മളെ ചെന്ന് അവന്റെ അമ്മേനെ കണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ടാവേ. നമ്മളെ ചെന്നിന്റെ അച്ഛനും ഭയങ്കര ഹാപ്പി ആകും. എന്നിട്ട് ചെന്നിന്റെ അച്ഛനാണെങ്കിൽ പറയും നിനക്കൊരു കാര്യം അറിയാം, പണ്ടാണെങ്കിൽ എൻ്റെ മകനെ ആരെങ്കിലും കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ലായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം എൻ്റെ അവസ്ഥ നിനക്ക് നല്ലോണം അറിയാലോ. എന്നെ ചികിത്സിക്കാമെന്ന് വെച്ചാൽ $80,000 വേണം. ഒരു കിഡ്നി മാറ്റി വെക്കാൻ വരെ എനിക്ക് ആളില്ല. അതിനെയും കാട്ടി ബെറ്റർ ഞാൻ ഇങ്ങനെ തന്നെ പോകുന്നതാണെന്ന് പറയേ. അതേ ടൈം ഷീൻ്റെ അച്ഛനാണെങ്കിൽ പറയൂ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടും അത് പറ്റുള്ളൂ. കാരണം നമ്മളെ അതായത് നമ്മളെ ഷീൻ്റെ ചികിത്സയ്ക്ക് തന്നെ അവർക്ക് പൈസ ഇല്ല. അതിന് തന്നെ അവർ ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചെന്നിൻ്റെ അച്ഛനെയും കൂടി നോക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ചെന്നിൻ്റെ അച്ഛനാണെങ്കിൽ പറയും നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേങ്കിൽ ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ട് കുറച്ച് പൈസ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു സംഭവം നീ അവന് കൊടുക്കണമെന്ന് പറയുക. അതേ ടൈം ഷീൻ്റെ അച്ഛൻ പറയുന്നുണ്ട് നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കില്ല, നിനക്കൊന്നും പറ്റൂല എന്ന്. അതേ ടൈം ചെന്നിൻ്റെ അച്ഛനാണെങ്കിൽ പറയും 1.5 വർഷം അതിൽ കൂടുതൽ ഞാൻ ജീവിക്കാൻ പോകുന്നില്ല. അതേ കാര്യം തന്നെ ഡോക്ടറും പറഞ്ഞത്, അതുകൊണ്ട് നീ ഈ ഒരു കാര്യം ചെയ്യണമെന്ന് പറയൂ. ഇതൊക്കെ കേട്ടിട്ട് നമ്മളെ ഷീ പെണ്ണ് അവിടെ നിൽക്കുന്നുണ്ടാവും. ഷീ ആണെങ്കിൽ വന്ന് ചോദിക്കും 1.5 വർഷം എന്നാ നിങ്ങൾക്ക് പറ്റിയത്, ചെന്നിൻ്റെ അച്ഛൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നവർ നമ്മളെ ഷീൻ്റെ അച്ഛനാണെങ്കിൽ പറയും ഒന്നുമില്ല, അവനിങ്ങനെ കിഡ്നിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അതിങ്ങനെ ഉപ്പ് തിന്നുന്നത് കൊണ്ടാണ് പറഞ്ഞത്, ഉപ്പ് കുറച്ച് തിന്നാൻ ഡോക്ടർ പറഞ്ഞതിന് അത്രേ ഉള്ളൂ എന്ന് പറയും. നമ്മളെ ഷീനോടും ഇവരാണെങ്കിൽ ഒന്നും വിശദീകരിച്ചിട്ട് പറയുന്നുണ്ടാവില്ല.
ഇതേ ടൈം നമ്മളെ അമ്മേനെയും മോനെയും നോക്കുന്നതാണെങ്കിൽ അമ്മ നമ്മളെ ചെക്കൻ്റെ അച്ഛനെ കൊണ്ട് ചോദിക്കുന്നുണ്ടാവേ. അവനാണെങ്കിൽ പറയും, എൻ്റെ അച്ഛൻ ഈ ഒരു വർഷം മൊത്തം എന്നെ പൊന്നു പോലെയാണ് നോക്കിയത്, എനിക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിൽ നിൻ്റെ അച്ഛൻ കല്യാണം കഴിച്ചതാണോ എന്ന് ചോദിക്കേ. നമ്മളെ ചെന്നാണെങ്കിൽ പറയും, എനിക്കറിയില്ല, സംടൈംസ് കഴിച്ചിട്ടുണ്ടാവും, സംടൈംസ് കഴിച്ചിട്ടുണ്ടാവില്ല, എൻ്റെ കൂടെയുള്ള ടൈമൊന്നും അച്ഛനാണെങ്കിൽ ഇതുവരെ ഒരു ഭാര്യ ഉണ്ടായിട്ടില്ല എന്ന് പറയും. അതേ ടൈം അമ്മയാണെങ്കിൽ പറയും, നിനക്ക് വേണ്ടിയിട്ട് നിൻ്റെ അച്ഛൻ ഇത്ര കാലം ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നീ ആണെങ്കിൽ ഇനി എൻ്റെ കൂടെ വന്നോ, എനിക്ക് നിന്നെ നോക്കാനുള്ള എല്ലാ കഴിവുണ്ട്, നിൻ്റെ അച്ഛനാണെങ്കിൽ വേറൊരു കല്യാണം കഴിച്ചിട്ട് നല്ലൊരു ജീവിതം കൂടി ഉണ്ടായിക്കോട്ടെ എന്ന് പറയും. ആ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മളെ ചെക്കനാണെങ്കിൽ അതൊരു നല്ല കാര്യമാണെന്ന് തിങ്ക് ആക്കുന്നുണ്ടാവേ. പക്ഷേ അവൻ എന്നാ മറുപടി പറഞ്ഞെന്ന് നമുക്കിപ്പോൾ കാണിക്കുന്നില്ല. അങ്ങനെ വീട്ടിലെത്തിയപാട് നമ്മളെ അച്ഛനാണെങ്കിൽ അവൻ്റെ അമ്മേനെ കൊണ്ട് ചോദിക്കുക. അവനാണെങ്കിൽ പറയും, ഞാൻ വിചാരിച്ച പോലെ അത്ര ബാഡൊന്നുമല്ല, ആള് നല്ല ആളാണെന്ന് പറയും. അതേ ടൈം അച്ഛനാണെങ്കിൽ പറയും, അത് തന്നെയാണ് എനിക്കും കേൾക്കേണ്ടത്, എൻട്രൻസ് എക്സാം കഴിഞ്ഞപാട് നീ ആണെങ്കിൽ നിൻ്റെ അമ്മേൻ്റെ കൂടെ പോയിക്കോന്നു പറയേ. നമ്മളെ ചെക്കനാണെങ്കിൽ ചോദിക്കും, ഞാൻ പോയി കഴിഞ്ഞാൽ അച്ഛൻ പിന്നെ ഒറ്റക്കാവില്ലേ എന്ന് ചോദിക്കുന്നത്. അച്ഛനാണെങ്കിൽ പറയും, അതല്ലേ നല്ലത്, എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാം, എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം, നിന്നെ ഇങ്ങനെ ഭാരമായിട്ട് കൊണ്ടു നടക്കണ്ട, അത് മാത്രമല്ല എനിക്ക് കല്യാണം കഴിക്കാലോ, അതൊക്കെ നല്ല കാര്യമല്ലേ എന്ന് പറയുമ്പോൾ നമ്മളെ ചെക്കൻ പറയും, ഓ അങ്ങനെയാണോ, എന്നാൽ പിന്നെ അധികം വൈകിപ്പിക്കണ്ട, ഞാൻ ഇപ്പം തന്നെ പോകാം, അമ്മയാണെങ്കിൽ എന്നോട് പറഞ്ഞിന് അമ്മയ്ക്ക് ഏത് സ്കൂളിൽ വേണമെങ്കിലും അഡ്മിഷൻ എടുത്തു തരാമെന്ന്, അവിടെയാണെങ്കിൽ കുറച്ച് മാർക്കേ വീണ്ടും, അതുകൊണ്ട് എനിക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടും, അച്ഛന് ഞാൻ ഒരു ഭാരമാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ നിൽക്കുന്നുണ്ടാവേ. അച്ഛൻ പറയുന്നുണ്ട്, ഇങ്ങനെ എൻട്രൻസ് എക്സാം കഴിഞ്ഞിട്ട് പോയാൽ പോരെയെന്ന്. അവനാണെങ്കിൽ പറയും, എന്തിനാ അത്ര നേരം വെയിറ്റ് ചെയ്യുന്നത്, എനിക്ക് എൻ്റെ അമ്മേനെ കിട്ടിയില്ല, ഞാൻ ഇപ്പം തന്നെ പോകുന്നാന്ന് പറയും. അച്ഛനത് കേൾക്കുമ്പോൾ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല, നമ്മളെ ചെക്കനും സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അവൻ വെറുതെ ദേഷ്യം പിടിപ്പിക്കേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കും. പക്ഷേ അച്ഛനാണെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് സങ്കടപ്പെട്ടിട്ട് പോകുന്നുണ്ടാവും. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ അച്ഛനാണെങ്കിൽ ചെക്കൻ്റെ റൂമിൽ വന്നിട്ട് നോക്കുന്നവരെ നമ്മളെ ചെക്കനെ കാണുന്നുണ്ടാവില്ല. അച്ഛന് ടെൻഷൻ ആകുന്നുണ്ടാവും. അച്ഛനാണെങ്കിൽ പുറത്തേക്ക് പോകാൻ നിൽക്കുന്നത്. ഷീ ആണെങ്കിൽ വന്നിട്ട് പറയും, അച്ഛൻ അറിഞ്ഞിട്ടില്ലേ അവനിങ്ങനെ എയർപോർട്ടിലേക്ക് പോയത്, അവനെ കൊണ്ടാക്കാൻ അച്ഛൻ പോകുന്നില്ലെന്ന് ചോദിക്കേ. അതേ ടൈം അച്ഛനാണെങ്കിൽ ചോദിക്കും, എന്ത് അവനവൻ്റെ അമ്മേൻ്റെ കൂടെ പോയോ എന്ന് ചോദിക്കുന്നത്. നമ്മളെ പെണ്ണാണെങ്കിൽ എന്ന് പറയേ. അങ്ങനെ അച്ഛനും പെണ്ണും റൂമിൽ നിൽക്കുന്നവരെ അച്ഛനാണെങ്കിൽ പറയും, നിനക്കൊരു കാര്യം അറിയാം, ഇന്നലെ ഞാൻ അവനോട് പറഞ്ഞത് എനിക്ക് അവനൊരു ഭാരമാണെന്ന, പക്ഷെങ്കിൽ അതല്ല, ഞാൻ അവന് ഭാരാകാൻ പോകുന്ന എന്നുള്ള കാര്യം എനിക്കറിയാം, അതുകൊണ്ട് മാത്രം ഞാൻ അവനോട് അങ്ങനെ പറഞ്ഞത്. അവനാണെങ്കിൽ അവൻ്റെ അമ്മേൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവന് നല്ലൊരു ജീവിതം കിട്ടും, നല്ലൊരു വീട് കിട്ടും, നല്ല ഫുഡ് കിട്ടും, അവന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ എൻ്റെ പേരാണെങ്കിൽ അവനിങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരും എന്ന് പറയുന്നവരായിരിക്കും നമ്മളെ ചെക്കൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. നമ്മളെ അച്ഛനാണെങ്കിൽ ചോദിക്കും, നീ പോയിട്ടില്ലേ എന്ന് ചോദിക്കുന്നവരെ നമ്മളെ ചെക്കനാണെങ്കിൽ പറയും, ഞാൻ പോകണം എന്നൊക്കെ വിചാരിച്ചതാണ്, അച്ഛൻ ഇന്നലെ എന്നോട് പറഞ്ഞിട്ടില്ലേ ഞാൻ അച്ഛന് ഭാരാണെന്ന്, പക്ഷെങ്കിൽ ഇപ്പം എനിക്ക് മനസ്സിലായി ഞാനല്ല അച്ഛനാണ് എനിക്ക് ഭാരമെന്ന്, അതുകൊണ്ട് ഞാൻ എവിടെയും പോകാൻ പോകുന്നില്ല, എനിക്ക് അച്ഛനെ ഭാരമാകുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അച്ഛനെ സന്തോഷമായിട്ട് അവനെ കെട്ടിപ്പിടിക്കൂ. അങ്ങനെ പിറ്റേ ദിവസം നമ്മളെ ചെക്കൻ ഉറങ്ങിക്കൊണ്ട് നിൽക്കുന്നവരെ നമ്മളെ പെണ്ണാണെങ്കിൽ വന്നിട്ട് എന്തെല്ലോ കാണിച്ചിട്ട് അവനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടാവേ. അവളെ കൈമിൽ ഇതുപോലത്തെ ഒരു ബോക്സ് ഉണ്ട്, പക്ഷെങ്കിൽ അതിപ്പം തുറക്കാൻ പാടില്ല, അത് പറഞ്ഞിട്ട് അവളാണെങ്കിൽ നിൽക്കുന്നേരം അവനാണെങ്കിൽ ആ ഒരു ബോക്സ് തട്ടിപ്പറിച്ചിട്ട് അതിങ്ങനെ ഓപ്പൺ ആക്കാൻ നോക്കുകയെ. ഇതേ ടൈമായിരിക്കും നമ്മുടെ ചെക്കനാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് കോള് വരുന്നുണ്ടാവുക. പക്ഷെങ്കിൽ അത് അവൻ്റെ അച്ഛനായിരിക്കുമല്ലോ, അവൻ്റെ അച്ഛൻ ഹോസ്പിറ്റലായി എന്ന് പറഞ്ഞിട്ട് വേറെ ആരോ വിളിച്ചതായിരിക്കും. രണ്ടെണ്ണം കുടിച്ച് പേടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടാവേ. ഹോസ്പിറ്റലിൽ എത്തിയപാട് ഷീൻ്റെ അച്ഛനാണെങ്കിൽ പറയും, പേടിക്കാനൊന്നുമില്ല, നിൻ്റെ അച്ഛനാണെങ്കിൽ കിഡ്നിയിൽ ഒരു സ്റ്റോൺ ഉണ്ട്, അത്രയുള്ളൂ, വെള്ളം നല്ലോണം കുടിച്ച് ഞാൻ തീരുമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ നമ്മുടെ ചെക്കനാണെങ്കിൽ സമാധാനമായിട്ട് അച്ഛനെ ചീത്ത പറഞ്ഞോട് നിൽക്കുന്നുണ്ടാവേ. എന്നിട്ട് അവനാണെങ്കിൽ പറയും, ഞാൻ ഇങ്ങനെ പുറത്ത് പോയിട്ട് അച്ഛനെന്തെങ്കിലും വാങ്ങിയിട്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോകും. ഇവരെ സംസാരത്തിൽ നമ്മളെ പെണ്ണിനൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവും. അവളാണെങ്കിൽ പറയും, അന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ 1.5 വർഷം ഞാൻ കേട്ടിന്, അതിൻ്റെ അർത്ഥം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും സെയിം ആണോ, നമ്മളെ അച്ഛൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അച്ഛൻ ഇനി ജീവിച്ചിരിക്കൂല, ഇങ്ങനെ 100 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവേ. ഓരോ പ്രാവശ്യവും നമ്മളെ ഷീൻ്റെ അച്ഛൻ കള്ളങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷേ നമ്മളെ ഷീ എല്ലാ കാര്യങ്ങളും പൊക്കിയിട്ട് അവളോട് സത്യം പറയാൻ പറയും. അതേ ടൈം നമ്മളെ ജെന്നിൻ്റെ അച്ഛനാണെങ്കിൽ ഒന്നും മറച്ചു വെക്കാണ്ട് ഇവളോട് എല്ലാ സത്യങ്ങളും പറയും. ഇതൊക്കെ ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന നമ്മളെ പെണ്ണിനായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അതേ ടൈം ചെക്കനാണെങ്കിൽ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇവളെ തലയിൽ ഒന്നും കയറുന്നുണ്ടാവില്ല. അവളാണെങ്കിൽ ചോദിക്കും, എനിക്കിങ്ങനെ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടെന്ന് നിനക്ക് അറിയാലോ, ആ ഒരു അസുഖം മൂർജിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നിനക്ക് സങ്കടം ഉണ്ടാകുമെന്ന് ചോദിക്കുന്നവരെ നമ്മളെ ചെക്കനാണെങ്കിൽ പറയും, നീ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്, ഉറപ്പായിട്ട് എനിക്ക് സങ്കടം ഉണ്ടാവില്ല, ഞാൻ എന്നെയും കാട്ടി കൂടുതൽ നിന്നെ കെയർ ചെയ്യുന്നുണ്ട് എന്ന് പറയൂ. ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അവൻ്റെ അച്ഛൻ്റെ കാര്യം മറന്നിട്ടുണ്ടെങ്കിൽ അത് അവന് സഹിക്കാൻ പറ്റൂല എന്ന്. പക്ഷെങ്കിൽ ഇവർക്ക് പേടിയാണ്, എന്നും ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ ചെക്കൻ അവളോട് മിണ്ടൂലേ നിന്ന്. അവളാണെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നേരം അവനാണെങ്കിൽ പറയൂ,
ഓരോ ദേഷ്യമൊക്കെ ഉണ്ടാവും നീ എന്തെങ്കിലും പറയാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ. പക്ഷെങ്കിൽ അന്നത്തെ പോലെ വീടൊന്നും വിട്ടിട്ട് പോകൂല. നീയും എൻ്റെ അച്ഛനൊക്കെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ട് വറിയാവുകയേ വേണ്ട. എൻട്രൻസ് എക്സാം വരാനിരിക്കുന്നതല്ലേ, നമുക്ക് പഠിക്കാമെന്ന് പറയൂ. നമ്മൾ അച്ഛൻ ഇപ്പം ഹോസ്പിറ്റലായിരിക്കേ ഉണ്ടാവുക. നമ്മളെ ഷീ ആണെങ്കിൽ പോയിട്ട് അച്ഛൻ ഞാൻ എല്ലാ കാര്യങ്ങളും ചെന്നിനോട് പറയട്ടെ, അവൻ നിങ്ങളെ മകനല്ലേ, അവനത് അറിയാനുള്ള അവകാശമില്ലേ എന്ന് ചോദിക്കുന്നേരം ഷീൻ്റെ അച്ഛനാണെങ്കിൽ പറയും എടാ നീ പറയുന്നത് കൊണ്ടല്ല, അത് അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവൻ വറിയാകും. എൻട്രൻസ് എക്സാം വരാനിരിക്കുന്നത്, അതിലവൻ പാസ്സായിട്ടില്ലെങ്കിൽ അവൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാവും ഒരിക്കൽ തിങ്കാക്കി കൂടെ എന്ന് പറയും. ഇതുകൊണ്ടായിരിക്കും ഇവർ പറയാണ്ട് നിന്നിട്ടുണ്ടാവുക. അതായത് നമ്മളെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും നമ്മളെ ചെക്കന് ജീവിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കും ഇവർ ഓവർ കെയർ എടുക്കുന്നുണ്ടാവുക. പക്ഷെങ്കിൽ എന്നാണെങ്കിലും നമ്മളെ ചെന്നിന് ഇത് അറിയാനുള്ള ഒരു അവകാശമില്ലേ. ഈ ടൈമിൽ ഇതൊന്നും അറിയാണ്ട് നമ്മളെ ചെക്കന് മാത്സിന് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവേ ആ ഒരു പേപ്പർ എടുത്തിട്ട് സീഹേൻ്റെ അടുത്ത് പോയിട്ട് ആ ഒരു പേപ്പർ കാണിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല അവനാണെങ്കിൽ പറയും എൻ്റെ അച്ഛൻ ഈ ഒരു പേപ്പർ കണ്ടിട്ടുണ്ടെങ്കിലേ എത്രത്തോളം ഹാപ്പി ആകുമെന്ന് എനിക്കറിയാം, അത്രത്തോളം എന്നെ കൊണ്ട് അഭിമാനമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇതേ ടൈം നമ്മൾ ഷീ ആണെങ്കിൽ ചെന്നിൻ്റെ അച്ഛനോട് പറയും അച്ഛാ എനിക്ക് നിങ്ങളോട് ഇത് പറയാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ഒരു കാര്യം മറച്ചു വെച്ചതിൻ്റെ ഫലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു കാര്യം കൂടി മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനെയും കാട്ടി വലിയൊരു വേദനയിലേക്കായിരിക്കും നമ്മൾ ചെന്ന് പോകാനിരിക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇൻ കേസ് നിങ്ങൾ മരിച്ചു കഴിഞ്ഞെന്ന് വിചാരിക്കുക, അന്നേരം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അവൻ എത്രത്തോളം വേദനയിലേക്കായിരിക്കും പോകുന്നതെന്ന്. ഇപ്പം നിങ്ങൾ അസുഖത്തിനെ കൊണ്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്തിനെന്നെങ്കിലും അവന് വിചാരിക്കുക. ഇൻ കേസ് പെട്ടെന്ന് ഒരു ദിവസം മരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മൈൻഡ് ഒരിക്കൽ ആലോചിച്ച് നോക്കിയാൽ അത് ഒരിക്കലും 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 നമുക്ക് തിങ്കാക്കുന്നതിനെയും കാട്ടി അപ്പുറമായിരിക്കും. ഇപ്പം ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്ന് ഉറപ്പായിട്ട് സാഡായിരിക്കും. പക്ഷേങ്കിൽ അത് അവന് മേക്കപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് അത് അവൻ അറിയുന്നുണ്ടെങ്കിൽ ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയിട്ടും എന്ന കാര്യം അവൻ്റെ മൈൻഡ് മൊത്തം സാഡായിരിക്കും. അവൻ ഒരിക്കലും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഇത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിലത്തെ ആ ഒരു ഗിൽറ്റി ഫീലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് പറയേ. ഇതൊക്കെ പറഞ്ഞിട്ടും ഇവർ രണ്ടാളും മൈൻഡ് ആക്കാത്തത് കാണുമ്പോൾ നമ്മൾ പെണ്ണ് അവിടുന്ന് എണീച്ചിട്ട് പോകും. അതേ ടൈം നമ്മളെ ചെന്നിൻ്റെ അച്ഛനാണെങ്കിൽ പറയും ഞാൻ എല്ലാം അവനോട് പറഞ്ഞോളും, ഞാൻ ഒറ്റക്ക് പറഞ്ഞോളും, നീ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് വറി ചെയ്യേണ്ട, മോള് പറയുന്നത് തന്നെ ശരിയെന്ന് പറയൂ. അങ്ങനെ നമ്മളെ ചെക്കനാണെങ്കിൽ അച്ഛന് വേണ്ടിയിട്ട് സൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവേ. അത് അച്ഛൻ കഴിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വരുന്നത് അവനാണെങ്കിൽ പറയാം അച്ഛൻ എപ്പോൾ അച്ഛൻ ഡിസ്ചാർജ് ആകുക, എനിക്ക് എപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല, എനിക്ക് സ്കൂളിലൊന്നും പോകേണ്ടെന്ന് ചോദിക്കുന്നവരോ അച്ഛനാണെങ്കിൽ പറയും ആ ഒരു കാര്യം ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് പറയേ. അവനാണെങ്കിൽ ചോദിക്കും അച്ഛനെ നീ പറയുന്നത് ഇനി നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരും അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ ആ ഒരു റിസൾട്ടിലെ അതിൻ്റെ പേപ്പർ അവൻ്റെ കൈമിൽ കൊടുക്കും. അവനാണെങ്കിൽ അത് നോക്കിയിട്ട് ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അച്ഛനാണെങ്കിൽ പറയും എനിക്കിങ്ങനെ യുറേമിയാന്ന്, ആ ഒരു കാര്യം രക്ഷപ്പെടുക ഇല്ലേന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയൂ. അവനാണെങ്കിൽ യുറേമിയ അത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റൂലെന്ന് ചോദിച്ചിട്ട് അവനാണെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകാൻ നോക്കിയ. അതേ ടൈം അച്ഛനാണെങ്കിൽ പറയും മോൻ എന്താന്ന് പറയുന്നത്, നിനക്ക് 2 കിഡ്നി ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ നിൻ്റെ ബ്ലഡ് ഗ്രൂപ്പും എൻ്റെ ബ്ലഡ് ഗ്രൂപ്പും വേറെ വേറെയാണ്, ഞാൻ നിൻ്റെ അച്ഛനല്ല എന്നുള്ള കാര്യം നിനക്ക് നല്ലോണം അറിയില്ലേ എന്ന് പറയൂ. എന്നിട്ട് അച്ഛനാണെങ്കിൽ പറയും ഈ ഒരു കാര്യം ഞാൻ നിൻ്റെ അടുത്ത് പറയണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷേങ്കിൽ ഞാൻ പറയാണ്ട് നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോകുക, നിനക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റില്ല, നിനക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടാകുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും എൻ്റെ മോൻ്റെ ഫ്യൂച്ചർ നശിക്കാൻ പാടില്ല. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് ഫ്യൂച്ചറിൽ ഒരിക്കലും എനിക്ക് റിഗ്രറ്റും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ മോൻ നല്ല രീതിയിൽ വളരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചെക്കനെ ഉപദേശിക്കുന്നുണ്ടാവേ. അവനാണെങ്കിൽ മൊത്തം കിളി പോയ പോലത്തെ ഒരു അവസ്ഥയിലായിരിക്കും അവിടെ ഇരിക്കുന്നുണ്ടാവും. കുറച്ച് കഴിയുമ്പം അവനാണെങ്കിൽ അച്ഛനെ നോക്കുന്ന ഡോക്ടറെ അടുത്ത് പോയിട്ടാണെങ്കിൽ ചോദിക്കോ ഡോക്ടർ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അച്ഛനോട് പറയാൻ പാടില്ല, എന്നോട് അച്ഛൻ്റെ അസുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് ആകെ അറിയേണ്ടത് ഇനി എത്ര കാലം എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കും എന്നാണെന്ന് പറയുന്നേരം ഡോക്ടർ ആണെങ്കിൽ പറയൂ ഇനി ഒരു 6-8 മാസം അതിൽ കൂടുതൽ നിൻ്റെ അച്ഛന് ജീവിക്കാൻ പറ്റൂല എന്ന് പറയേ. നമ്മളെ ചെക്കനാണെങ്കിൽ ഒന്നും ഇല്ലാണ്ടാകുമെന്ന് പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും അവിടുന്ന് തിരിച്ച് നടക്കുന്നുണ്ടാവുക. അങ്ങനെ വീട്ടിലെത്തിയിട്ടും അവൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നവരും നമ്മളെ ഷീ അവൻ്റെ അടുത്തേക്ക് വന്നിട്ടിരിക്കെ. ചെന്നാണെങ്കിൽ അവൻ്റെ സങ്കടങ്ങൾ മൊത്തം അവളോട് പറയും. അവനാണെങ്കിൽ പറയൂ ഇനി എൻ്റെ അച്ഛൻ ഉണ്ടാവില്ല പോലും, 5-6 മാസമായിട്ടേ ഉണ്ടാവുള്ളൂ, അതിനുശേഷം ഞാൻ എങ്ങനെ ജീവിക്കുക, എനിക്കും ജീവിക്കണ്ടേ, എൻ്റെ അച്ഛനെ എനിക്ക് കോളേജ് എൻട്രൻസിൽ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, അത് അച്ഛനെ കാണുക വേണം പോലും, പക്ഷേ എങ്ങനെയാണ് കാണുക, 5-6 മാസം കൂടി ഇല്ല അച്ഛൻ ഉണ്ടാവുള്ളൂ, അച്ഛനെ വേണ്ടിയിട്ട് ഞാൻ നല്ലോണം പഠിക്കും കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കരഞ്ഞോട് നിൽക്കുന്നുണ്ടാവേ. നമുക്കേ സഹിക്കാൻ പറ്റില്ല, നമ്മൾ പെണ്ണാണെങ്കിൽ മാക്സിമം അവനെ ആശ്വസിപ്പിക്കും. അങ്ങനെ നമ്മളെ ചെക്കനാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ടാവേ. അതേ ടൈം ഷീൻ്റെ അച്ഛൻ വന്നിട്ടാണെങ്കിൽ പറയും വേഗം വീട്ടിൽ പോയിട്ട് പഠിച്ചോ, നിൻ്റെ
ചെന്നിൻ്റെ അച്ഛനെ ഞാൻ നോക്കിക്കോളൂ എന്ന് പറയൂ. അച്ഛനാണെങ്കിൽ നമ്മളെ ചെന്നിൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഫുഡും കൊണ്ടുവന്നിട്ടുണ്ടാവേ. അങ്ങനെ ചെന്നിൻ്റെ അച്ഛനാണെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുന്നേരം പിന്നെയും അയാൾക്ക് ഇങ്ങനെ ബാക്കിൽ പെയിന് വരുന്നുണ്ടാവും. അധികമൊന്നും കഴിക്കാനും പറ്റുന്നുണ്ടാവില്ല. അതേ ടൈം ചെന്നിൻ്റെ അച്ഛനാണെങ്കിൽ ഒരു കബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ലെറ്റർ എടുത്തിട്ട് ഷീൻ്റെ അച്ഛനെ കൊടുക്കുകയെ. എന്നിട്ട് നമ്മളെ ചെന്നിൻ്റെ അച്ഛനാണെങ്കിൽ പറയും, ഈ ഒരു ലെറ്റർ ആണെങ്കിൽ അവൻ്റെ ബർത്ത്ഡേൻ്റെ ടൈം നീ എങ്ങനെയെങ്കിലും അവൻ്റെ കൈമിൽ കൊണ്ടു കൊടുക്കണം, ഒക്കെ ഞാൻ അവന് വേണ്ടിയിട്ട് എഴുതിയതാണെന്ന് പറയേ. അതേ ടൈം നമ്മളെ ഷീൻ്റെ അച്ഛനാണെങ്കിൽ പറയും, എന്തിനിങ്ങനെ സെൽഫിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്, അവനാണെങ്കിൽ നിന്നെ മറക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയേ. അതേ ടൈം നമ്മളെ അച്ഛനാണെങ്കിൽ പറയും, 18 വർഷമായിട്ട് ഞാൻ അവനെ വളർത്തിയത്, അവൻ എന്നെ മറക്കുമെന്ന് ഞാൻ വിചാരിക്കോ? അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് ഈ ഒരു ജന്മത്തിൽ മൊത്തം പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അവനോട്, അതൊക്കെ ഈ ഒരു കത്തിലൂടെ പറയേണ്ടിയിട്ടാണ്, അല്ലാണ്ട് വേറൊന്നും ഇല്ല എന്ന് പറയും. മീൻസ് നമുക്ക് ഡയറക്റ്റ് പറയുന്നതിനെക്കാട്ടി കൂടുതൽ നമുക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫീലിങ്സ് ചില സമയം പറഞ്ഞു തീർക്കാൻ പറ്റില്ലേ, അതുപോലത്തെ ഒരു സംഭവമായിരിക്കും അച്ഛൻ പറയുന്നുണ്ടാവുക. നമ്മളെ അച്ഛൻ്റെ അവസ്ഥയും നമ്മുടെ ഷീൻ്റെ അച്ഛൻ്റെ അവസ്ഥയും എല്ലാവരും ആണെങ്കിലും ഒരുമാതിരി എന്താ പറയുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. നമുക്കത് കാണാൻ പറ്റില്ല, ഭയങ്കര ഫീലിങ്സ് ആയിരിക്കും നമുക്ക്. അങ്ങനെ നമ്മളെ ചെക്കനാണെങ്കിൽ ഇതുപോലെ സങ്കടപ്പെട്ട് നിൽക്കുന്നേരം നമ്മളെ പെണ്ണാണെങ്കിൽ വന്നിട്ട് ചോദിക്കും, നീ ഇങ്ങനെ ഓക്കെ അല്ലേ, സങ്കടത്തിലാണോ, അച്ഛനെ കൊണ്ടാണോ ആലോചിക്കുന്നതെന്ന് ചോദിക്കുന്നേരം നമ്മളെ ചെക്കനും അച്ഛനെ കൊണ്ട് തന്നെയാണെന്ന് പറയുന്ന സ്ഥലത്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ ചെന്നിൻ്റെ അച്ഛനെ ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ബൈ.